കുറച്ച് ദിവസം മുമ്പ് വരെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു സംവിധായകൻ രഞ്ജിത്ത്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണവും അദ്ദേഹം അറസ്റ്റിലാവുന്നതും അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതിരുന്നതും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പൊ അദ്ദേഹം ജാമ്യത്തിലാണ്. എന്തായാലും പിന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത, 94 ഒരു വാർത്ത, മാഗസീനിൽ വന്നിരുന്ന ഒരു വാർത്തയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 94 ജൂലൈയിലെ ഞാനയിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. വാർത്ത ഇത്രേ ഉള്ളൂ: രഞ്ജിത്ത് വിവാഹിതനായി. അന്നത്തെ സംവിധായകനല്ല, അദ്ദേഹം തിരക്കഥാകൃത്താണ്. തിരക്കഥാകൃത്ത് രഞ്ജിത്ത് വിവാഹിതനായിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു മാരേജ് റിസപ്ഷൻ ആണ്. അപ്പൊ ഇതിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: യുവ തിരക്കഥാകൃത്ത് രഞ്ജിത്തും കോഴിക്കോട് കരുമല സ്വദേശിനി ശ്രീജയും ജൂൺ 5 വധുഗ്രഹത്തിൽ വിവാഹിതരായി. വിവാഹാനന്തരം അന്ന് വൈകിട്ട് കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ നടന്ന വിരുന്ന് സൽക്കാര ചടങ്ങിൽ ചലച്ചിത്ര സാഹിത്യ രംഗത്തെ ഒട്ടേറെ പ്രമുഖ പ്രതിഭകൾ ദമ്പതികൾക്ക് ഭാവുകം നേടാൻ എത്തിയിരുന്നു. രഞ്ജിത്ത് ശ്രീജ ദമ്പതികൾക്ക് ഞാനയുടെ കൃത്യമായ ആശംസകൾ. ഫോട്ടോ രാധാകൃഷ്ണൻ അത്തിപ്പറ്റ. അപ്പൊ ഇത് അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ കാണാമെങ്കിൽ എനിക്കൊന്നു പണ്ടത്തെ രഞ്ജിത്തിന്റെ ഫോട്ടോസൊക്കെ ഇന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ നമ്മളൊക്കെ മനസ്സിലൊരു താടിയൊക്കെ വെച്ചിട്ടുള്ള രഞ്ജിത്താണ്. പക്ഷെ ഇതില് താടിയൊന്നും ഇല്ലാത്ത മീശ മാത്രം വെച്ചിട്ടുള്ള രഞ്ജിത്താണ്. ഇപ്പൊ ഇതിൽ ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. ഇതില് 2 ഫോട്ടോസ് അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്നത്. രവീന്ദ്രൻ, നടൻ സിദ്ദിഖ്, AT അബു, ജഗദീഷ്, VM വിനു, പ്രിയങ്ക ഒരു ഫോട്ടോയില്. മറ്റൊരു ഫോട്ടോയില് പ്രേംകുമാർ, ഇടവേള ബാബു, കമൽ, വിജയരാഘവൻ, സിദ്ദിഖ്, കുഞ്ചൻ, പിന്നെ ഹരിദാസ്, കോഴിക്കോട് ഹരിദാസ്. 2 ഹരിദാസ് ഉണ്ട്. നമ്മളെ കോഴിക്കോട് ഹരിദാസ് എന്ന് പറയും. ഹരിദാസ് കേശവൻ ഇന്ദ്രപ്രസ്ഥൊക്കെ ചെയ്ത. പിന്നെ കമല്, വിജയരാഘവൻ, ജഗദീഷ്, രഞ്ജി പണിക്കർ, ഷാജി കൈലാസ്, TA റസാഖ്, മണിയമ്പിള്ള രാജു. ഇത്രയും പേരുമാണ് ആ ഫോട്ടോയിലുള്ളത്. അപ്പൊ അറിയാം നമുക്ക് രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വന്നതാണ്. ശരിക്കും അങ്ങനെ ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ടും ഒന്നുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ അച്ഛൻ ശരിക്കും ആകാശവാണിയിലായിരുന്നു. ഈ VM വിനുവിന്റെ അച്ഛനും എനിക്കുള്ള ആകാശവാണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാണ്. അപ്പൊ ഇവരൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമ സുഹൃത്തുക്കളാണ്. രഞ്ജിത്തും പ്രേംകുമാറും VM വിനു, അലക്സ് കടവിൽ, ഇങ്ങനെ കുറെ പേരൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. മുരളി മേനോൻ, ശ്യാം പ്രസാദ്, വിന്ദിനി, ഇവരൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. 80s ഒരു അവസാനമൊക്കെ. രഞ്ജിത്ത് അതിനുശേഷം 80s അവസാനമല്ല, ശരിക്കും 86 അതായത് രഞ്ജിത്ത് 87 ഒരു മെയ് മാസപ്പുള്ളി എന്ന് പറഞ്ഞ സിനിമയുടെ കഥാകൃത്തായി വന്നു. പിന്നെ ഓർക്കാപ്പുറത്താണ് ശരിക്കും ഒരു മെയിൻ സ്ട്രീം സിനിമ രഞ്ജിത്തിന്, മെയിൻ സ്ട്രീം സിനിമയിലോട്ടുള്ള രഞ്ജിത്തിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഷിബു ചക്രവർത്തിയാണ് ഓർക്കാപ്പുറത്തിന്റെ തിരക്കഥയൊക്കെ. അപ്പൊ അന്ന് രഞ്ജിത്തിന്റെ ഒരു തിരക്കഥ എഴുതാൻ കോൺഫിഡൻസ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഷിബു ചക്രവർത്തിയിലേക്കാണ് അത് എത്തിയത്. എന്തായാലും ഓർക്കാപ്പുറത്തോടു കൂടി കമൽ രഞ്ജിത്ത് കോമ്പോ ഭയങ്കരമായിട്ട് ശ്രദ്ധേയമായി. പെരുവണ്ണാമത്തെ വിശേഷങ്ങൾ പോലത്തെ സിനിമ, അതുകൊണ്ട് കുറെ സിനിമകൾ കമലിലേക്ക് എഴുതി. പിന്നീടാണ് അദ്ദേഹം ഒരു വിജി തമ്മിനെ വെച്ച് കുറച്ച് സിനിമകൾ, വിജി തമ്മിയുടെ സിനിമകൾ കുറെ എഴുതി. അത് കേട്ടാണ് ഒരു ആക്ഷൻ മോഡിലുള്ള സിനിമ നീലഗിരി എന്ന് പറഞ്ഞ സിനിമ ഈ ശശി വെച്ച് ചെയ്യുന്നു. ആ സിനിമ അങ്ങനെ ഭയങ്കര വിജയമൊന്നും അല്ല, പക്ഷെ ഒരു മെയിൻ സ്ട്രീം സിനിമയിലോട്ട് ഒരു സൂപ്പർ താരത്തിന് വെച്ചൊരു സിനിമ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ദേവാസുരം ശരിക്കും ഇപ്പൊ ഇതില് പങ്കെടുത്തിരിക്കുന്ന മഹാറാണിയിലെ പലവരും രഞ്ജിത്തിന്റെ തന്നെ സുഹൃത്തുക്കൾ തന്നെയാണ്. ശരിക്കും ദേവാസുരം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ശരിക്കും അന്ന് ഡയറക്ടർ ഹരിദാസ് ഡയറക്ട് ചെയ്യാൻ എഴുതുന്ന ഒരു സിനിമയായിരുന്നു. അന്ന് ഹരിദാസിന്റെ അടുത്ത് രഞ്ജിത്ത് പറഞ്ഞു. ഇവരൊക്കെ ഒരു സൗഹൃദ സർക്കിളിലുള്ള ആളുകളായതുകൊണ്ട് ഹരിദാസ് തന്നെ പിന്നീട് ഇന്റർവ്യൂവിൽ പറഞ്ഞു അദ്ദേഹത്തിന് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചില്ല. എനിക്ക് അന്ന് മുരളീനെ വെച്ച് അവർ ആലോചിച്ചിട്ടുണ്ട്. കാരണം ഇവർക്ക് അന്ന് മോഹൻലാലൊന്നും റീച്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയാത്തതുകൊണ്ട്. കാരണം പല വേർഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിത് VVK മേനോൻ നിർമ്മാതാവ് അദ്ദേഹം പറഞ്ഞൊരു വേർഷൻ വെച്ചിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ കിട്ടിയത്. മുരളീനെ വെച്ച് ആലോചിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് എങ്ങനെയോ മോഹൻലാലിലേക്ക് എത്തി. മോഹൻലാൽ കഥ കേട്ടു. അതുവരെ രഞ്ജിത്ത് അതിന് മുമ്പ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഓർക്കാപ്പുറത്തും പെരുവണ്ണാപുരം ഒക്കെ മോഹൻലാലിനെ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മോഹൻലാലിന്റെ നായകനാക്കി ഒരു ത്രൂ ഔട്ട് സിനിമ രഞ്ജിത്ത് എഴുതിയിട്ടില്ല. പിന്നെ മോഹൻലാലിന്റെ അടുത്ത് പോകുന്നു. പിന്നീട് ആ സിനിമയുടെ സ്വഭാവം തന്നെ മാറുന്നു. അതിനൊരു വലിയൊരു സിനിമ ഹിറ്റായി മാറി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വലിയ വിജയങ്ങൾ ഒന്നായി മാറി ദേവാസുരം കഴിഞ്ഞപ്പോഴാണ് രഞ്ജിത്ത് ഒന്ന് എന്താ പറയുക, രഞ്ജിത്ത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമേഴ്ഷ്യൽ ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കറിയാം രുദ്രാക്ഷം എന്ന് പറഞ്ഞ സിനിമ 94 സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ 6-ാം തമ്പുരാനേക്ക് എത്തിയപ്പോഴാണ് രഞ്ജിത്ത് അങ്ങനെ ഒരു വിലപിടിപ്പുള്ള ഒരു തിരക്കഥാകൃത്തായി മാറിയത്. എന്തായാലും ഇതില് വിവാഹ ഫോട്ടോ 94 അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ VM വിനും, മണിയമ്പിള്ള രാജുവും, ഇവരെല്ലാവരും രഞ്ജിത്തിന്റെ ആ ഒരു സൗഹൃദ സർക്കിളാണ്. അപ്പൊ ഇന്ന് രഞ്ജിത്തിനെ കുറിച്ച് പല നമ്മൾ കേൾക്കുന്നു. എന്താ പറയുക, രഞ്ജിത്ത് പോയി കേസും കാര്യങ്ങളൊക്കെ പെട്ടപ്പോൾ ഇതിന് മുമ്പും രഞ്ജിത്തിനെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ബംഗാളി നടിയുടെ ആരോപണം, വേറെ ഒരു യുവാവിന്റെ ആരോപണം. പക്ഷെ അതൊന്നും കോടതിയിലെ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ കോടതിയിൽ തന്നെ കേസ് റദ്ദാക്കി.
അത് കേട്ടാണ് ഇപ്പോൾ രഞ്ജിത്ത് പുതിയതായിട്ട് ജനിച്ച ഒരു തിരിച്ചുവരവില്ല അദ്ദേഹത്തിന്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിന് ശേഷവും പിന്നെ കുറച്ച് കാലമായി അദ്ദേഹം ഒരു ഹിറ്റ് നൽകിയിട്ട് ഒരു സംവിധായകൻ എന്ന രീതിയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഹിറ്റ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അത് കരയ്ക്കാമുറി ഷൺമുഖം എന്ന് പറഞ്ഞ ബ്ലാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ തിരിച്ചു കൊണ്ടുവരുന്നു. പ്രകാശ് വർമ്മ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നു, കുറെ പുതിയ ആളുകളെ സിനിമയിൽ അഭിനയിക്കുന്നു കേൾക്കുന്നു, ബോബി കുര്യനൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കാണ് രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അറസ്റ്റിനെ കുറിച്ചും പല അഭിപ്രായങ്ങളുണ്ട്. ജോയ് മാത്യു ഒക്കെ പറഞ്ഞു രഞ്ജിത്ത് കുറ്റക്കാരനൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ, ആരോപണമല്ലേ. അതേപോലെ ഞാൻ രഞ്ജിത്ത് കുറ്റക്കാരനാണെങ്കിൽ തന്നെ ഞാൻ തള്ളില്ല, അദ്ദേഹത്തിനെ ഞാൻ കഴിയൊഴിയിൽ എന്റെ സുഹൃത്താണെന്ന് ജോയ് മാത്യു പറഞ്ഞു. അതിന് പിന്നെ കുറെ കമന്റുകളൊക്കെ വന്നു, ഇത് ദിലീപിന്റെ കാര്യത്തിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. പിന്നെ കുറെ പേര് ദിലീപിന്റെ കേസിൽ ദിലീപ് ഒരു 7ാം പ്രതിയായിരുന്നിട്ടും കൂടി ദിലീപിനെതിരെ കുറ്റം തെളിയിക്കാൻ പറ്റാതിരുന്നിട്ടും കൂടിയും ഇപ്പോഴും ദിലീപിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ അവരൊക്കെ പലരും രഞ്ജിത്തിന്റെ കാര്യത്തിൽ സൈലന്റ് ആണ്. അത് വേറെ കഥ, ഞാൻ പറഞ്ഞു, നമ്മൾ അതിനെ കുറിച്ച് പറയാനല്ല. ഇന്നലെ ഞാൻ ഒരു പഴയ വാർത്തയാണ്. ഇന്ന് രഞ്ജിത്തിന്റെ ഒരു ഫാമിലി ഫോട്ടോയോ ഒന്നും അധികം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. രഞ്ജിത്തിന്റെ ഒരു മകൻ സിനിമ മേഖലയിൽ തന്നെയുണ്ട്, നിർമ്മാണവും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ ഇത് 94-ലാണ്, 33 വർഷങ്ങൾക്ക് 32 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാഗസിനാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് അന്നത്തെ ഒരു വായിച്ച അറിവുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് കമന്റ് ചെയ്യുക.